ഇത് ഹമീദ് ഒളയമ്മൽ എന്നറിയപ്പെടുന്ന ഹമീദ് ചീക്കിലോട്. മരക്കച്ചവടവും ആട് കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. നല്ലൊരു ജൈവ കർഷകൻ കൂടിയാണ് ഇദ്ദേഹം. പുതുതായി ആട് വളർത്തൽ ആരംഭിക്കുന്നവർക്ക് പ്രചോദനം നൽകി വരുന്നു. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് ഹമീദ് ഒളയമ്മൽ. ആട് കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ ആട് കൃഷി നല്ല ലാഭമാണ്. ലാഭത്തിൽ ഒരു ഇതും വരില്ല. പക്ഷേ ആട് കൃഷി അതിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്യണം. ആട് കൃഷി എന്നെങ്കിൽ അതിൻ്റെ ലാഭത്തിലേക്ക് വരും. ആട് കൃഷി വെച്ചാൽ പിന്നെ മലബാരി ഒക്കെ വെച്ചാൽ കൂടുതൽ മക്കൾ പ്രസവിക്കും. മലബാരാണ് വെച്ചാൽ. പക്ഷേ ബീറ്റൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ 2, 1 ഒരു മക്കളൊക്കെ ആയിട്ടാണ് വരിക. അങ്ങനെയാണ് എൻ്റെ കണക്ക്. പക്ഷേ അത് നല്ല ലാഭകരമാണ്. പക്ഷേ ഞാൻ നല്ല വിലക്ക് വിൽക്കലുണ്ട്. നല്ല ടോപ്പ് വിലക്കും നല്ല വലിപ്പം വെച്ചിട്ടാണ് ഞാൻ ആളുകളെ വിൽപ്പന നടത്തുന്നത്. കൃത്യമായി എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഫീൽഡാണ്. ഈ മേഖലയിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം എൻ്റെ പൂർവികമായിട്ട് എൻ്റെ വാപ്പ ഒക്കെ ഈ ഫീൽഡിലാണ്, നാൽക്കാലി കച്ചവടത്തിൻ്റെ ഫീൽഡിൽ വന്ന ഒരാളാണ്. പക്ഷേ വാപ്പാക്ക് കാലശേഷം പിന്നെ ഞങ്ങളാരും ആ ഫീൽഡിൽ പോയില്ല. പക്ഷേ ഞാനത് പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ വരാനുള്ള കാരണം എൻ്റെ മരക്കച്ചവടം ഇരിക്കുന്നത് പിന്നെ തൂക്കുകളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഭാര്യയാണ് കൂടുതലും എന്ത് ചെയ്യുക, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യൽ. ബാക്കി ഞാൻ സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കും, ഇവിടെ എത്തിച്ചു കൊടുക്കും. ബാക്കി അവളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പം. പിന്നെ ഞാനുള്ള സമയത്ത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്. അവരെ ഇലപെറുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാനും എല്ലാത്തിനും അവരുണ്ടാവും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഈറ്റിങ്ങൾക്ക് 45 ദിവസം കൊണ്ട് ഈറ്റിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഒരു 3 മാസം തന്നെ കഴിഞ്ഞെങ്കിലും ചെയ്തെങ്കിൽ അതിൻ്റെ ഗുണകരമാണ്. മറ്റ് മക്കളുണ്ടല്ലോ അത്ര വിചാരിച്ച രൂപത്തിലേക്ക് ഇങ്ങോട്ട് വരില്ല. പക്ഷേ ബീറ്റൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 മാസം 6 മാസമൊക്കെ കഴിയണം. അത് ഐറ്റങ്ങൾ ക്രോസിങ്ങിനായിട്ട് ഐറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഏറ്റവും അല്ലാണ്ട് ഒരു രീതി മനസ്സിലാക്കുക. കൂട്ടത്തിൽ ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ആടുകളാണ് ഇത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആടുകൾക്ക് നല്ല ഇത് കിട്ടുക, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ബാക്കിയൊക്കെ കിട്ടുന്നത് നമ്മുടെ സാധാ ആടുകൾ. പക്ഷെ മലബാരി ആടുകളാകും മറ്റേ ഈ രാജസ്ഥാനി മറ്റൊക്കെ നല്ല ഹൈറ്റും നല്ല ഉയരമൊക്കെ കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഒരു ചെറിയൊരു ടൈപ്പ് ഒരു ഉരുണ്ട ടൈപ്പിലുള്ള നാട്ടിൽ. ശരിക്കും നാട്ടിലുള്ള ആടുകളാണ് നല്ലത്. ഈ പച്ച പുല്ല് നിന്ന് നടക്കുന്ന ആടുകൾക്കാണ് കൂടുതൽ പോഷകം. നമ്മളിപ്പോൾ പിന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പാറോത്തിൻ്റെ അല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇച്ചിട്ട് തിന്നുമ്പോൾ ഈ ക്രോസിങ്ങിന് അത് ക്യാൻസൽ ചെയ്യും. ഞാൻ അധികം കൊടുക്കലെന്താണെന്ന് വെച്ചാൽ പിന്നെ തേങ്ങാപ്പിണ്ണാം കടപ്പിണ്ണാം കൂട്ടിയിട്ടാണ് കൊടുക്കുക. ഈ ചോറ് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പെണ്ണാടുകൾക്ക് ശരിക്കും പിന്നെ ഗർഭം പിടിക്കാനുള്ള ഒരു ഇത് വൈകും. ഈ നെയ്യിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ചോറായിട്ട് ബന്ധപ്പെട്ട് ഞാനങ്ങ് കൊടുക്കില്ല. നന്നായിട്ട് കടലപ്പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കും കൊടുക്കുക ചെയ്യുക. പിന്നെ പിന്നെ ഗോതമ്പത്തിൻ്റെ ഒരു ഇത് കലക്കി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നല്ല മക്കളാണ്, നല്ല പെൺകുട്ടികളാണ്. 2 മാസം 3 മാസമായിട്ടാണ്. അതുപോലെ ഇതിപ്പോൾ അടുത്ത ദിവസം പ്രൊസീജിയർ 2 ദിവസം 3 ദിവസം. പക്ഷെ ക്രോസിംഗ് നീറ്റ് പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേകമായ ടൈമൊന്നും ഉണ്ടായില്ല. മഴക്കാലോ അല്ലെ വേനൽക്കാലോ എന്നുള്ള ഒരു രീതിയൊന്നും അതിലില്ല. ഒരു സമയത്തിനേറ്റേക്ക് ഉണ്ടാകുന്ന ഒരു ഇത് പ്രകടിപ്പിക്കില്ല. അതിൽ നമുക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയ സംഗതി ആടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാവുണ്ടല്ലോ, കറുത്ത വാവിൻ്റെ ഒക്കെ സമയത്താണ് ശരിക്കും എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കായിട്ട് ചിലത് കരയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രകടനമായിട്ട് കാണിക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. അന്നേരം ഞാൻ ക്രോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ക്രോസ് ചെയ്യുന്നത്. ഇത് ഇപ്പം പ്രസവിച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ഇതിൻ്റെ പാലിനെ പറ്റി നോക്കിയിട്ടില്ല. ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടി നല്ല വലുപ്പത്തിലുള്ള കുട്ടിയാണ്. അതേപോലെ ഇത് മലബാരിയാണ്. ഈ മലബാരിക്ക് 2 ലക്ഷം പാല് ഇതിൻ്റെ മക്കളാണ്. ഞാനിതിൻ്റെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആടിനെ പിന്നെ ആദ്യമായിട്ട് ക്രോസ് ചെയ്യുന്നത് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ളതാണ് ഞാൻ ക്രോസ് ചെയ്യുന്നത്. ഒരു വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പെണ്ണാട് ഞാൻ ക്രോസ് ചെയ്യും. അതേപോലെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാസം കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ക്രോസിങ് ഞാൻ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അതുകൊണ്ടാണ് ഈ ആടുകളുടെ വലുപ്പത്തിലും അതിൻ്റെ ഒരു ഇതിൽ പിന്നെ കനത്തിലൊക്കെയുള്ള മാറ്റം വരുന്നത്. അതുകൊണ്ട് പെട്ടെന്നുള്ള ക്രോസിങ് ശരിക്കും അത് മക്കൾക്ക് ഒരു അനുയോജ്യമല്ല. പക്ഷെ നമുക്ക് ഇതുവരെ ഗുണം ചെയ്ത് എന്താ വെച്ചാൽ മരത്തിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ, പ്രത്യേക പുല്ലൂട്ടിയൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കൂടാണ്. ഈ സാധാരണ പുല്ല് ഇട്ട് കൊടുത്ത് അവിടെ തിന്നുന്ന ഒരു രീതിയിലുള്ള ഒരു പുല്ലൂട്ടാണ്. അതിൻ്റെ ഹൈറ്റ് ശരിക്കും ഒരു 2 മീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും ഗുണമാണ്. കാരണം അടിയിൽ നിന്നൊന്നും പിന്നെ ശല്യം ചെയ്യാത്ത രൂപത്തിൽ ഓരോ മുന്തിയാന്ന് വെച്ചാൽ ഏറ്റവും ഗുണമാണ്.
അതുകൊണ്ട് ഇത് ഗ്യാപ്പ് ഇടുക വെച്ചാൽ ഒരു 1.5 മീറ്റർ 2 മീറ്റർ ഒരു ഇത് ഗ്യാപ്പ് വേണം. എന്നാൽ അതിലേക്ക് ഒന്ന് ഒരു തിരിയാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി. ശരിക്കും മരത്തിൻ്റെ ആണ് ഉപകാരപ്പെടുന്നത്. ഇരുമ്പിനെക്കാട്ടും ബെറ്റർ അതാണ്. പിന്നെ പലരും പല മോഡലും ചെയ്യുന്നുണ്ട്. ഇരുമ്പിൻ്റെ കൂടും ഉണ്ട്. പക്ഷേ ഇരുമ്പിൻ്റെ കൂടെ എന്താ വെച്ചാൽ ഒറ്റയ്ക്കുള്ളതൊക്കെ കെട്ടാനേ പറ്റും. മറ്റേ പിന്നെ മരമാണ് ഏറ്റവും നല്ല. പക്ഷേ അടിയിൽ പനൻ്റെ പാത്തിൽ വിരിച്ചിട്ടുള്ള ഏറ്റവും സേഫ്റ്റി. നമ്മൾ പാല് കൂടുതൽ കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പുല്ലായിട്ട് കണ്ടത്ത് കെട്ടിയിട്ട് തിന്നുമ്പോഴാണ് കൂടുതൽ നല്ലോണം പാല് കിട്ടുക. അതിൽ നല്ല കടലപ്പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കും കൂട്ടി വെള്ളം കൊടുക്കുക വെച്ചാൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് എന്ത് ചെയ്യും, അതിന് പാല് കൂടുതൽ കിട്ടും. പ്രത്യേകം ഞാൻ കൂടുതലും കൊടുക്കൽ പിന്നെ ഈ കാടുകളും പുല്ലും അതുപോലെ തന്നെ ഈ പ്ലാവിൻ്റെ ഇല. എൻ്റെ ബിസിനസ് അതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും പ്ലാവിൻ്റെ പിന്നെ ഇല കൊണ്ടുപോയിട്ട് ഒരുപാട് കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ പിണ്ണാക്കെല്ലാം കലക്കിയിട്ട് കൂട്ടി കുഴപ്പിച്ച് കൊടുക്കും. പിന്നെ കുട്ടന്മാർക്ക് പ്രത്യേകം കൊടുക്കൽ എന്താ വെച്ചാൽ ഗോതമ്പ് പച്ചയിൽ പുതിർത്തിയിട്ട് അത് കൊടുക്കുന്നതായിട്ട്. അപ്പോൾ പ്രത്യേകം ഒരു ഇതുണ്ടാവും, തുടിപ്പുണ്ടാവും. ഈ ഗോതമ്പത്തിൻ്റെ കൊടുത്താൽ ആട് കുട്ടന്മാർക്ക് അത് നല്ല വലുപ്പം വെക്കും. അപ്പോൾ ഇന്നലെ ഒന്നിനെ വിറ്റു. പക്ഷേ അതൊരു 64 കിലോ ഉണ്ടായിരുന്നു. 42 നല്ലൊരു വിലക്കാൻ പറ്റുക. ഒരു കുട്ടൻ അത്രയും വലിയൊരു കുട്ടനായിരുന്നു. പിന്നെ അതേപോലെ അതിൻ്റെ മുന്നേ ഒക്കെ ഉള്ള കുട്ടന്മാരൊക്കെ തന്നെ അവൻ്റെ വലുപ്പമുള്ള കുട്ടന്മാരായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ആടിൻ്റെ ഒരു പ്രത്യേക സിസ്റ്റം. അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇതിലാണ് ഞാൻ വളർത്തി അത്രയും സേഫ്റ്റി ആയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കൂടുകളും അതിനുള്ള ആഹാര രീതികളൊക്കെ അങ്ങനെയാണ്. നമ്മൾ നേരത്തെ നമ്മളെ ഫീൽഡ് നമ്മൾ സൈഡായിട്ടുള്ള പരിപാടി ഈ ആടിൻ്റെ പരിപാടികൾ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് കാലമായി, ഞാനൊരു 10-18 വർഷം പോലെയായി നമ്മൾ ആടിനെ വളർത്തുന്നുണ്ട്. പല മോഡൽ ആടുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആട് ഹൈദരാബാദി ബീറ്റൽ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ബാക്കിയുള്ള ഈ മലബാരി ഉണ്ട്. ഈ ഹൈദരാബാദ് ബീറ്റൽ നല്ല ഹൈറ്റും നല്ല നീളവും കൂടുന്ന ഒരു പിന്നെ ആടാണ്. 4 ലിറ്റർ പാലിൻ്റെ അടുത്ത്. അതിന് 2-3 മക്കൾ അതിന് ഒരു പ്രസവത്തിലുണ്ടാണ്. മറ്റൊന്ന് മലബാരിയാണ് ഉള്ളത്. മലബാരി ക്രോസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റേ ജമുനാപ്പാരിൻ്റെ ക്രോസ് ഉണ്ട്. അതൊക്കെ ആ മക്കൾ 2 എണ്ണം 3 മാസം പ്രായമായിരുന്നു. വളരെ നല്ല ഹൈറ്റും നല്ല വെയിറ്റും കൂടുന്ന ഒരു മോഡൽ ആടാണ്. അതിന് പാല് ഒരു 2.5 ലിറ്റർ പാല് ഈ മലബാരിക്ക് കിട്ടും. ബാക്കി മക്കളിപ്പോൾ വേറെ ഒന്ന് പ്രസവിച്ചിട്ടുണ്ട്. അതിൻ്റെ പാൽ എത്ര കിട്ടുന്നതിനെ പറ്റി ഇപ്പം പറയാനില്ല. 2-3 ദിവസം നല്ല മക്കൾ, നല്ല ഹൈറ്റുള്ള മക്കളാണ് ഉണ്ടാകുക. നല്ല വലുപ്പം ഉണ്ടാകുന്ന മക്കളാണ് അതിൽ വരുന്നത്. അത് 2-3 മക്കളുണ്ടാവും, ചിലപ്പോൾ ഒന്നേ ഉണ്ടാവും. ഇതിലുള്ള ആടുകൾ ഹൈദരാബാദിയാണ്. ഹൈദരാബാദി ബീറ്റൽ ആടാണ് ആ ബ്ലാക്കിൽ. ചീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആടിൻ്റെ മൂത്രവും പിന്നെ അതിൻ്റെ കാഷ്ടവും വരുന്നതാണ്. മൂത്രം ശരിക്കും ഇതിൽ വന്ന് ഈ പൈപ്പിൽ കൂടി അവിടെ ബക്കറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ലെവലിൽ ആ ബക്കറ്റിലേക്കാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആട്ടിൻ കാട്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വാരിയിട്ട് ഇവിടെ ആരെങ്കിലും വരുമ്പോൾ ഒരു ചാക്കിനായിട്ട് കൊടുക്കുക, അല്ലാത്തവർ വെറുതെയും കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള നമ്മൾ ഉപയോഗിക്കുക. നല്ല അണക്കായിരിക്കും നമ്മളായിട്ട്, ആളുകളായിട്ട് നല്ല അണക്കായിരിക്കും. ഇങ്ങനെ കുത്ത് അങ്ങനെ ചായ താകുമ്പോൾ നിങ്ങൾ സാധാ നാടനതല്ല. നമ്മുടെ മലബാർ ഏറ്റവും ഒരു പ്രത്യേക ഒരു ജീന് കൂടുതലുണ്ട്. സാധാ ആട് മറ്റേ ആടുകളൊക്കെ. ഇപ്പോൾ നമ്മൾ ആടിൻ്റെ വിൽപ്പന എന്ന് പറഞ്ഞാൽ കിലോ 800 രൂപയായിട്ടാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് നാട്ടുകൾ കിട്ടുക. ഞാൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ മൊത്തത്തിൽ തൂക്കിയിട്ടുള്ള വിലക്ക് കൊടുക്കും, അതെല്ലാം ഇറച്ചി തൂക്കത്തിനുള്ള വിലക്ക് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അതല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ കണ്ട കഴിച്ചിട്ടുള്ള ഒരു വില പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ജീവിച്ചത്. ആട് കൃഷി മൊത്തത്തിൽ ലാഭകരമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ലാഭകരമാണ്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഇതിനായിട്ട് ഇതിൻ്റെ പിന്നാലെയൊന്നും നടക്കുന്നില്ല. നമ്മളെ ഒരു സൗകര്യത്തിലുള്ള ഒരു ഇതിങ്ങനെ നടത്തുന്നതിനെ കൊണ്ട് നമുക്ക് നല്ല ലാഭകരമായിട്ടാണ് ഇത് എനിക്ക് തോന്നിയത്.